ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ 600 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതും വലുതുമായിട്ടൊക്കെയാണ് സവാള എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ വെളുത്തുള്ളിയായ കാരണം 2 കുടം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയും സവാളയൊക്കെ പച്ചമുളകും അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. 2 തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇടിക്കല്ലിലോ അമ്മിക്കല്ലിലോ വെച്ച് ക്രഷ് ചെയ്താൽ മതി. മിക്സിയിലിട്ടൊന്നും ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇത്ര അധികം വേണ്ടെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അപ്പോൾ വല്ലാണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തരിതരിപ്പായി പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകും പട്ടയും ഗ്രാമ്പും ഒക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ ഈ സ്പൈസസിൻ്റെ കൂടെ കുരുമുളക് ഇട്ട് പൊടിച്ച കാരണം കുരുമുളക് വല്ലാണ്ട് അങ്ങോട്ട് പൊടിഞ്ഞു വന്നിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുരുമുളക് ഫസ്റ്റ് പൊടിച്ചതിന് ശേഷം പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സവാള ഒന്ന് വാടി വരട്ടെ, അതുവരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കോൾഡായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് സൗണ്ട് വല്ലാണ്ട് ഒരു മാറ്റമുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മുളക് പൊടിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മുളക് പൊടിയുടെ പച്ച സ്മെല്ല് മാറണ വരയ്ക്ക് നമുക്കിത് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അതുവരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുളക് പൊടി ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ചേർക്കുമ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യണവർക്ക് അത് കരിഞ്ഞു പോവാണ്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഗ്രേവിക്ക് ഒരു നല്ലൊരു തിക്നെസ് ഉണ്ടാവും. ഇപ്പോൾ മുളകിൻ്റെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് ഞാൻ 3 എണ്ണം ചേർത്തിട്ടുണ്ട്. പുളിയുള്ള തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി.
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിലേക്കുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാണ്ട് തന്നെ തക്കാളി വെന്ത് കിട്ടുകയാണെങ്കിൽ അതുപോലെ മൂടി വെച്ച് വേവിച്ചാൽ മതി. ഞാൻ പക്ഷേ ഇതിലേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവണ വരയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ തക്കാളി നമുക്കൊന്ന് കയ്യിലുകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും മൂടി വെച്ചിട്ട് 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ടാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേ ഗ്രേവിയോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ചിക്കൻ ഒന്നും കൂടി വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ഗ്രേവിയോട് കൂടി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കണത്. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ലെങ്കിൽ വെള്ളം ചേർക്കണം എന്നില്ല. ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചിക്കൻ വേവണ വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഗ്രേവിയുടെ തിക്നെസ് തീരുമാനിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് കുറുകി വരട്ടെ. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു തിക്കിൽ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എത്ര ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ച് ഗ്രേവിയുടെ തിക്നെസ് തീരുമാനിക്കാം. ഇപ്പം നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.